ഡൊണാൾഡ് ട്രംപിന് സ്വർഗത്തിൽ പോകുവാനുള്ള വഴി ഏതാണ്? ഇന്ത്യയുമായുള്ള വ്യാപാര താരിഫ് യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരുടെയും അമേരിക്കക്കാരുടെയും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനാകുകയാണ് ട്രംപ് ഇപ്പോൾ. പക്ഷെ അതിനിടയിലാണ് കൗതുകകരമായ ഈ ചോദ്യം ഉയർന്നു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വർഗത്തിൽ പോകുവാൻ സാധിക്കുമോ? അതിനുള്ള വഴി എന്താണ്? ഈ ചോദ്യത്തിന് എന്താണ് ഇപ്പോൾ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ട്രംപ് തന്നെ പറഞ്ഞ ഒരു വാചകത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ട്രംപിന് സ്വർഗത്തിൽ പോകാനുള്ള വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശസ്ത ക്രിസ്തീയ പ്രസിദ്ധീകരണമായ ക്രിസ്ത്യാനിറ്റി ടുഡേയുടെ എഡിറ്റർ റസൽ മൂർ ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. ലോകപ്രശസ്ത സുവിശേഷകനായിരുന്ന ബില്ലി ഗ്രഹാം സ്ഥാപിച്ച പ്രസിദ്ധീകരണമാണ് ക്രിസ്ത്യാനിറ്റി ടുഡേ. മാത്രവുമല്ല, അമേരിക്കയിലെ ട്രംപ് അനുകൂലികളായ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ഈ ക്രിസ്ത്യാനിറ്റി ടുഡേ. അതിൻ്റെ എഡിറ്ററാണിപ്പോൾ അല്പം വിമർശനാത്മകമായി തന്നെ ട്രംപിനോട് സ്വർഗത്തിൽ പോകുവാനുള്ള വഴി ഉപദേശിക്കുന്നത്. സത്യത്തിൽ ഇത് ട്രംപിന് മാത്രമുള്ള സന്ദേശമല്ല, ഓരോ മനുഷ്യന്റെയും ഹൃദയത്തെ പിടിച്ചുലയ്ക്കുവാൻ സാധ്യതയുള്ള ശക്തമായൊരു സന്ദേശമാണ്. ആഴമായ ആ സന്ദേശം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ റസൽ മൂർ ഇങ്ങനെ ഒരു കത്തെഴുതുവാൻ കാരണമായ സംഭവം എന്താണ്? ഒരു മാധ്യമ പ്രവർത്തകൻ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ട്രംപിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യത്തിന് ട്രംപ് കൊടുത്ത മറുപടി സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു. We're not losing American lives. We're not losing American soldiers. We're losing Russian and Ukrainian, mostly soldiers. Some people, as missiles hit wrong spots. If I can save 7,000 people a week from being killed, I want to try and get to heaven if possible. I'm hearing I'm not doing well. If I can get to heaven, this will be one of the reasons. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത വാചകമാണ് പ്രസക്തം. സാധിക്കുമെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകണം. പിന്നീട് വളരെ നിസ്സഹായനായ ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്ഥിതി സ്വർഗത്തിൽ പോകുവാനുള്ള നിലയിലല്ലെന്നാണ് കേൾക്കുന്നത്. സ്വർഗത്തിൽ പോകാനുള്ളവരുടെ ലിസ്റ്റിൽ ഞാൻ ശരിക്കും ഏറ്റവും താഴെയാണ്. ഒരുപക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞാൽ അതിനുള്ള ഒരു കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറായിരിക്കും. ഇതാണ് ട്രംപിന്റെ വാക്കുകൾ. ഈ പ്രസ്താവനയോടുള്ള പ്രതികരണമായാണ് റസൽ മൂർ ട്രംപിന് തുറന്ന കത്തെഴുതുന്നത്. അദ്ദേഹം പറയുന്നു, ട്രംപ് ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നമ്മളെല്ലാവരും കരുതുന്നത് സ്വർഗത്തിൽ പോകുവാൻ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ സാധിക്കുമെന്നാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ, ഏറ്റവും ശക്തമായ സൈന്യത്തിന്റെ തലവന്റെ ഈ വാക്കുകൾ ഇപ്പോൾ പ്രസക്തമായ ചിന്തകൾ നമ്മിൽ ഉയർത്തുന്നതാണ്. നമ്മുടെ പണമോ ജോലിയോ സ്ഥാനമാനങ്ങളോ സ്വർഗത്തിലേക്കുള്ള വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുമോ? ട്രംപിന് സ്വർഗത്തെക്കുറിച്ച് ഒരു പ്രത്യേക ധാരണയുണ്ടെന്ന് റസൽ മൂർ പറയുന്നു. ഒരുപക്ഷെ അത് എപ്പോഴും വിജയിക്കുന്ന, എല്ലാവരും സാർ സാർ എന്ന് വിളിക്കുന്ന ഒരു എറ്റേണൽ മാറേ ലാഗോ പോലെ ആയിരിക്കാം അദ്ദേഹം സങ്കല്പിക്കുന്നത്. ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര റിസോർട്ടായ മാറേ ലാഗോയെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രശസ്തിയുടെയും ആഡംബരത്തിന്റെയും പ്രതീകമായി മൂർ ഇവിടെ ഉപയോഗിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വർഗം അതല്ല എന്ന് മൂർ വ്യക്തമാക്കുന്നു. സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ ട്രംപ് ഇപ്പോൾ പ്രധാനമെന്ന് കരുതുന്ന ഒന്നും അവിടെ പ്രധാനമായിരിക്കുകയില്ല. മറിച്ച് താൻ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾക്കാണ് അവിടെ പ്രാധാന്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കും. റസൽ മൂർ ഒരു പടി കൂടെ കടന്ന് ഇങ്ങനെ പറയുന്നു, ഒരുപക്ഷെ ട്രംപിന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ദരിദ്രയായ ഒരു വേലക്കാരി പോലും അവിടെ ട്രംപിനേക്കാൾ പ്രശസ്തയായി വാഴുന്നത് കാണുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയേക്കാം. കാരണം യേശു ദരിദ്രരിലും എളിയവരിലും മറഞ്ഞിരിക്കുന്നു. റസൽ മൂർ തുടരുന്നു, ട്രംപിന് യേശുവിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഈസ്റ്ററിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിൽ ഒരു ദുഃഖകഥയുടെ സന്തോഷകരമായ പര്യവസാനം മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്നത്. അതായത് താങ്കൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വന്നതുപോലെ വെറും ഒരു തിരിച്ചുവരവ് മാത്രമായിരുന്നില്ല യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്.
വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മൾ എല്ലാവരും പാപം ചെയ്തവരായതുകൊണ്ട് ആ ശിക്ഷയ്ക്ക് നമ്മൾ അർഹരാണ്. എന്നാൽ നമുക്ക് പകരം ആ ശിക്ഷ ഏറ്റെടുത്തത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിയില്ലെങ്കിൽ നമ്മുടെ ഓരോ നന്മ പ്രവൃത്തിയും പുണ്യപ്രവൃത്തിയും സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുകയില്ല. ക്രൂശിൽ മരിച്ച യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ പരമമായ സത്യമാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. സ്വർഗത്തിൽ പോകാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സൗജന്യമായ ഒരു സമ്മാനമാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ആ രക്ഷ സൗജന്യമായി ലഭിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുക? യേശു പറഞ്ഞു, പുതുതായി ജനിക്കണം. ഓർക്കുക, ഒരു കുഞ്ഞിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സ്വന്തം ശക്തി കൊണ്ട് ജനിക്കുവാൻ സാധിക്കാത്തതുപോലെ നമുക്ക് നമ്മുടെ പ്രയത്നം കൊണ്ട് ആത്മീയമായി വീണ്ടും ജനിക്കുവാൻ കഴിയുകയില്ല. റസൽ മൂർ ട്രംപിനോട് കൃത്യമായി പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് അത് നേടാനുള്ള ആ മനോഭാവം ആദ്യം ഉപേക്ഷിക്കണം. സത്യത്തിൽ ഇത് ഡൊണാൾഡ് ട്രംപിനോട് മാത്രമുള്ള ഉപദേശമല്ല. നമ്മൾ ഓരോരുത്തർക്കും സ്വന്തം കഴിവിൽ ആശ്രയിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. പക്ഷെ യേശു പറയുന്നു, അത് മരണത്തിലേക്കുള്ള വഴിയാണ്. ട്രംപ് മനസ്സിലാക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിത്വം മരിക്കണം. കാരണം ആ വ്യക്തിത്വം സ്വന്തം പ്രയത്നങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന, നമ്മുടെ പേര് എല്ലാ ബാനറുകളിലും കാണണമെന്ന് അത്യാഗ്രഹമുള്ള പഴയ മനുഷ്യനാണ്. 1 കോടി ജന്മങ്ങൾ നമ്മൾ ഇതുപോലെ ജീവിച്ചാലും നമുക്ക് ആ വഴിയിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല. നിങ്ങൾ പ്രസിഡന്റോ കോടീശ്വരനോ ആണെന്ന ചിന്ത ഒരു നിമിഷത്തേക്ക് ഉപേക്ഷിക്കുക. ഒരു ചെറിയ കുട്ടിയായി, ദുർബലനും ആശ്രയിക്കുന്നവനുമായി, ഒരു സ്വർഗീയ പിതാവിന്റെ സ്നേഹം ആവശ്യമുള്ളവനായി സ്വയം കരുതി ക്രൂശിലേക്ക് നോക്കുക. ഇത് മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിനുള്ള വഴി. സത്യത്തിൽ ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. റസൽ മൂർ തുടർന്ന് പറയുന്നു, അത് ഈ കത്തിലെ ഏറ്റവും ഹൃദയഹാരിയായ ഭാഗമാണെന്ന് കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അദ്ദേഹം പറയുകയാണ്, സ്വർഗത്തിൽ ട്രംപ് എൻ്റെ അടുത്തിരിക്കുന്നത് കണ്ടാൽ ഞാൻ പിറുപിറുക്കും. ട്രംപ് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും ഞാൻ വെറുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ പ്രവൃത്തികൾക്ക് അർഹമായൊരു ശിക്ഷ ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ ചിന്തയുണ്ടാക്കുന്നത് പിശാചാണ്. ആ ചിന്ത പാപമാണ്. എന്തൊരു ആഴമേറിയ വാക്കുകളാണിത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടുള്ള തൻ്റെ വെറുപ്പ് റസൽ മൂർ ഈ വാക്കുകളിലൂടെ ഏറ്റുപറയുകയാണ്. എന്നിട്ട് ആ വെറുപ്പ് ദൈവത്തിനെതിരെയുള്ള പാപമാണെന്ന തൻ്റെ തിരിച്ചറിവ് തുറന്നു പറയുന്നു. അദ്ദേഹം ട്രംപിനോട് ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം താങ്കൾക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് കേൾക്കുന്ന എനിക്ക് സന്തോഷമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായെങ്കിൽ യേശു എന്നോട് ക്ഷമിച്ച എല്ലാ കാര്യങ്ങളെയും ഞാൻ നിഷേധിക്കുന്നതിന് തുല്യമാകും. എൻ്റെ പാപം എന്നെ എത്രമാത്രം സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നുവോ അത്രമാത്രം താങ്കളുടെ പാപം താങ്കളെയും അകറ്റുന്നുണ്ട്. ഇത് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയട്ടെ, ഇവിടെയാണ് സുവിശേഷത്തിൻ്റെ ശക്തി കുടികൊള്ളുന്നത്. നമ്മൾ ആരും കൂടുതൽ അർഹതയുള്ളവരല്ല. നമ്മളെല്ലാവരും ഒരേ പാപത്തിൻ്റെ കുഴിയിലാണ്. നമ്മുടെ രക്ഷയുടെ ഏക പ്രതീക്ഷ, ഏക വഴി പാപികളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന യേശുക്രിസ്തുവെന്ന ദൈവപുത്രൻ മാത്രമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ട്രംപ് ഒരു കോടീശ്വരൻ്റെയോ പ്രസിഡന്റിൻ്റെയോ ചിന്താഗതി മാറ്റണം. റസൽ മൂർ തൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നത് പ്രത്യേകമായ ഒരു വാചകത്തോടെയാണ്. ട്രംപിനോട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ദ ആർട്ട് ഓഫ് ദ ഡീൽ ഉപയോഗിച്ച് താങ്കൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. ആർട്ട് ഓഫ് ദ ഡീൽ എന്നത് ട്രംപിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ്. ലോകം കീഴടക്കിയ ഒരു ബിസിനസ്സുകാരൻ്റെ വിജയഗാഥയാണത്. ലോകത്തെ കൈപ്പിടിയിലൊതുക്കാൻ ട്രംപിനെ സഹായിച്ച
തത്വങ്ങളാണ് അതിൽ മുഴുവൻ ഉള്ളടങ്ങിയിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും കാര്യത്തിൽ അങ്ങനെ ഒരു ഡീൽ സാധ്യമല്ലെന്ന് റസൽ മൂർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെല്ലാവരും കരുതുന്നു, ഞാൻ നല്ലവനാണ്, ഞാൻ പതിവായി പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാം. നമ്മൾ ദൈവവുമായി ഒരു കച്ചവടം നടത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. എന്നാൽ ബൈബിൾ എന്തു പറയുന്നു എന്നറിയാമോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങളാണിത്. ട്രംപിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങൾ പോലും ദൈവത്തിൻ്റെ മുൻപിൽ വെറും പാഴ്വേലയാണെന്ന് റസൽ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഭൗതികമായ നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ അധികാരത്തിനുള്ള ആഗ്രഹം, അതെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ്. നാം സ്വയം മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നാം അകന്നകന്നു പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് നമ്മുടെ കഴിവുകൾ കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ നമ്മുടെ ശ്രമങ്ങൾ കൊണ്ടോ നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും നേടുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിലും യേശുവിൻ്റെ ക്രൂശ് മരണത്തിലും വിശ്വസിച്ച് ഏറ്റുപറയുന്നവർക്ക് മാത്രമേ സ്വർഗം സ്വായത്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇന്നുവരെ ആ ഉറപ്പുണ്ടായിട്ടില്ലെങ്കിൽ അതിനൊരു അവസരമായി ഇതിനെ ഉപയോഗിക്കുക. ഈ സന്ദേശം നിങ്ങളെ ചിന്തിപ്പിക്കുന്നുവെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.